വരും മണിക്കൂറിൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ബാക്കി 11 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. അനാവശ്യമായ യാത്രകൾ ഈ അവസരത്തിൽ പൂർണ്ണമായും ഒഴിവാക്കണമെന്നതാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വടക്കൻ ജില്ലയിലും തെക്കൻ ജില്ലകളിലുമായി മഴ കനക്കുമെന്നതാണ് പ്രവചനം. മാത്രമല്ല, അടുത്ത ദിവസത്തോടു കൂടി തന്നെ കാലവർഷം എത്തിയേക്കുമെന്നും മഴ കൂടുതൽ കനക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും ജൂൺ 5-ന് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 6-ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ജൂൺ 7-ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കാത്ത മറ്റ് ജില്ലകളിൽ വരും ദിവസങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി തന്നെ കനത്ത മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ കാലവർഷം വ്യാഴാഴ്ച എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം പുറത്തു വന്നിരിക്കുകയാണ്. നിലവിൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായതിനെ തുടർന്ന് സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. കാലവർഷം എത്തുന്നതോടുകൂടി തന്നെ മഴ കൂടുതൽ സജീവമാകാൻ തന്നെയാണ് സാധ്യത. മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലുമാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നൽ, മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റും ഇവിടെ വീശിയടിക്കാൻ സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾക്കും ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കടൽക്ഷോഭം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും കടലിലേക്കുള്ള യാത്രകൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും സാധ്യതയുണ്ട്. കൃഷി മേഖലയ്ക്ക് ആശ്വാസമാകുന്ന മഴയാണെങ്കിൽ പോലും നഗരപ്രദേശങ്ങളിൽ ഗതാഗത തടസ്സങ്ങളും വെള്ളക്കെട്ടുമുണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ പൊതുജനങ്ങൾ കടുത്ത ജാഗ്രത പാലിക്കണമെന്നത് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകുന്നത്. അതേസമയം സംസ്ഥാനത്ത് ഈ വർഷം കാലവർഷം ശക്തമായ തുടക്കമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുവാനും ജലസംഭരണികൾ നിറയുന്നതിനും വൈദ്യുതി ഉൽപാദനത്തിനും കുടിവെള്ള വിതരണത്തിനും പോലും ഇവിടെ ഇത് ഗുണകരമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം കഴിഞ്ഞ 6 വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ 2023-ലാണ് കാലവർഷം കേരളത്തിൽ ഏറ്റവും വൈകി എത്തിയത്. അന്ന് ജൂൺ 8-നാണ് കാലവർഷം എത്തിയത്. 2020 ജൂൺ 5-ന് കാലവർഷം എത്തുമെന്ന് പ്രവചനം നടത്തിയെങ്കിൽ പോലും ജൂൺ 1-നായിരുന്നു ആ വർഷം കാലവർഷം എത്തിയത്. 2021-ലേക്ക് വരികയാണെങ്കിൽ മെയ് 31-നായിരുന്നു കാലവർഷം എത്തുമെന്ന പ്രവചനം ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ജൂൺ 3-നാണ് കാലവർഷം എത്തിയത്. 2022-ൽ മെയ് 27-ന് കാലവർഷം എത്തുമെന്ന് പ്രവചിച്ചെങ്കിലും 29-ഓടുകൂടി കാലവർഷം എത്തുകയും ചെയ്തു. 2023 ജൂൺ 4-ന് കാലവർഷം എത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പിന്നീട് അത് മാറുകയാണ്. അത് ജൂൺ 8-ലേക്ക് മാറുകയാണ് ഉണ്ടായത്. 2024-ലും സമാനമായി തന്നെ മെയ് 31-ന് കാലവർഷം എത്തുമെന്ന് പ്രവചിച്ചെങ്കിലും 31-ന് തന്നെ കാലവർഷം എത്തിയില്ല. 2025 മെയ് 27-ന് കാലവർഷം എത്തുമെന്ന് പ്രവചനം ഉണ്ടായെങ്കിൽ പോലും മെയ് 24-ന് തന്നെ കേരളത്തിൽ കാലവർഷം എത്തുകയും 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ഇത്രയും നേരത്തെ കാലവർഷം കേരളത്തിലേക്ക് എത്തിയതെന്നതാണ് സൂചനകൾ പുറത്തു വരുന്നത്. എന്നാൽ ഇത്തവണയും സമാനമായ രീതിയിൽ കാലവർഷം ഏറെ വൈകിയാണ് എത്തുന്നത് എന്നതാണ് മറ്റൊരു സൂചനയായി എടുത്തു പറയേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.